വാരിയറിൻ്റെ 1550 എന്ന് പറയുന്ന മോഡലാണ്. ഫ്രീ മെയിൻ്റനൻസ് ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒരു വീടിനുള്ള ലോഡുകളൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് വാരിയർ എന്ന് പറയുന്ന കമ്പനിയുടെ ലിയോൺ എന്ന് പറയുന്ന മോഡലിന്റെ ആ ഒരു പോർട്ടബിൾ ഇൻവെർട്ടർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ WM 1550 എന്നാണ് ഇതിന്റെ മോഡലിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇതിനകത്ത് കമ്പനി ഇതിന്റെ ഒരു ബോക്സിന്റെ വെളിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എത്ര വാട്ട്സ് ലോഡ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അവരുടെ ഈ ഒരു പോർട്ടബിൾ ഇൻവെർട്ടറിന്റെ വെയിറ്റ്, ഇത് വേണമെങ്കിൽ നമുക്ക് ഭിത്തിയിൽ തൂക്കിയിടാം. അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാക്കറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ആഡൂരിനടുത്ത് പഴകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് കസ്റ്റമർക്ക് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം ബാറ്ററി ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ കമ്പനിയുടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. അതും അധികം വലുപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാവുന്ന രീതിയിൽ ഒരാൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് കണ്ടോ, വേണമെങ്കിൽ നമുക്കിത് സോളാറായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിന്റെ തന്നെ മോഡലുകൾ നമുക്ക് ഇൻബിൽറ്റ് MPPT ഉള്ളതും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇതേ അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്ത് ഫ്രഷ്നസ്, കാണാൻ ലുക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടി കാർഡ്, ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്പനി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈലിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇതിനകത്ത് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ കമ്പനി ഇതിന്റെ സൈഡിൽ സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും, ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട്, അതിന്റെ വെയിറ്റ്, വോൾട്ടേജ്, ബാറ്ററിയുടെ കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്കൊരു പവർ പ്ലഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മോണിറ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു QR കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 16 ആംപിയറിന്റെ ഒരു 3-പിൻ പ്ലഗും ഒരു സോക്കറ്റും ഒക്കെ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് UPS മോഡ് വേണോ, ഒക്കെ മോഡ് വേണോ ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള ആ ഒരു ഇതുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് UPS മോഡ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗ്രിഡ് ചാർജിങ് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. BMS ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അങ്ങനെ 3 സ്വിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് KSEBയുടെ ലൈന് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള MCBയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുൻപേ പറയുന്ന കണക്ക് ഇത് നമുക്ക് വേണമെന്നെങ്കിൽ നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻസും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ബ്രാക്കറ്റാണ് അതോടൊപ്പം സൈഡിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഭിത്തിയിൽ എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഹാങ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കൂളിങ്ങിന് വേണ്ടി 2 കൂളിംഗ് ഫാൻ ഇതിന്റെ സൈഡിൽ തന്നെ 2 കൊടുത്തിട്ടുണ്ട്. കാരണം അടിപൊളി ലുക്കാണ് കേട്ടോ. വലിയ വീതിയോ വലിയൊരു വലിപ്പമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യക്കാർക്ക് ഒന്ന് എടുത്ത് നീക്കാം. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോളാറായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോളാറിന്റെ MPPTയുടെ കണക്ഷൻസ് ഒക്കെ അതിനകത്ത് കൊടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾ ജസ്റ്റ് VMS ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇത്. ഇൻവെർട്ടർ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ ബട്ടൺ ഓൺ ആക്കിയാലേ ഇൻവെർട്ടർ ഓൺ ആകത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇത് BMS മാത്രമാണ് ഓൺ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം ഇങ്ങനെ കാണിക്കുന്നത്, ഈ ഒരു ബാറ്ററിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാൻ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓൺ ആയി കിട്ടുകയുള്ളൂ, അതായത് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു ഇതാണ് അതിന്റെ ഓൺ ഓഫ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് മെയിൻ സോണിന്റെ ഇൻഡിക്കേറ്റർ വരും, ബാക്കപ്പ് വരും. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ്ങിലാണെന്നുണ്ടെങ്കിൽ ചാർജിങ്ങിന്റെ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അവിടെ കത്തും. അതുപോലെ സോളാറിലാണെന്നുണ്ടെങ്കിൽ സോളാറിന്റെ ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ ഉണ്ടാവും. ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. ഓവർലോഡ് ആണെങ്കിൽ അതുണ്ടാവും. സോളാർ മോഡ് എന്ന് പറയുന്നത് അത് നമുക്ക് MPPT ഉള്ള ആ ഒരു മോഡലിന് വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കുറെ അധികം ഡീറ്റെയിൽസുകൾ നമുക്ക് അതിനകത്ത് കിട്ടും. ഇപ്പൊ നമ്മൾ സിസ്റ്റം ഇത് ഓൺ ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥയിലായിരിക്കും നമുക്ക് കാണിക്കുന്നത്. മെയിൻ സോൺ ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ്ങിന്റെ ഇൻഡിക്കേറ്റർ അവിടെ ഉണ്ടാവും. അതുപോലെ ബാക്കപ്പിന്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേയിൽ കുറെ അധികം ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ചാർജിങ്ങിന്റെ ആ ഒരു ഡീറ്റെയിൽസ്, ബാറ്ററി വോൾട്ടേജ്, ഗ്രിഡിന്റെ വോൾട്ടേജ്, ചാർജിങ് ആംബിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ KSEBയുടെ ലൈന് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം അവിടെ മെയിൻസ് ഓൺ എന്ന് അവിടെ ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ കാണിക്കും. അതുപോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മെയിൻസിന്റെ ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവും. നമുക്ക് ബാക്കപ്പിന്റെ ആ ഒരു ഇൻഡിക്കേറ്റർ മാത്രമായിരിക്കും പ്രകാശിച്ചിരിക്കുന്നത്. ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചാർജിങ്ങിന്റെ ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ പ്രകാശിച്ച് കാണുന്നത്. അപ്പൊ നമുക്കിത് എത്ര വോൾട്ടേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡീറ്റെയിൽസ്, ആപ്പിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ആ നമ്മുടെ വാറണ്ടി കാർഡിനകത്ത് തന്നിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസും പ്രകാരം നമ്മൾ സ്കാൻ ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിനകത്ത് കാണുകയും ചെയ്യാം. അതുപോലെ ലോഡ് കൊടുക്കുമ്പോൾ മെയിൻസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ലോഡ് കൊടുത്തു നോക്കിയപ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക്
വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് 3% ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളൊരു മൊബൈൽ വഴിയാണ് മോണിറ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാലൻസ് എത്ര വോൾട്ടേജ് ഉണ്ട്, അതുപോലെ എത്ര മണിക്കൂർ കാണിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ മൊബൈൽ വഴി വേണമെങ്കിലും വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പോർട്ടബിൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒതുങ്ങിയ സ്പേസിൽ എവിടെയെങ്കിലും അലമാരയിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. 5 വർഷത്തെ വാറന്റിയാണ് കമ്പനി തരുന്നത്. അപ്പൊ നമുക്ക് മെയിൻസ് വന്നു കഴിഞ്ഞാൽ മെയിൻസ് ഓണിന്റെ ആ ഒരു ഇൻഡിക്കേറ്റർ വരും. ചാർജിങ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ്ങിന്റെ ആ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കില്ല. ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചാർജിങ്ങിന്റെ ഇൻഡിക്കേറ്റർ പ്രകാശിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ വാരിയറിന്റെ ആ ഒരു പ്രത്യേകത കാര്യങ്ങളും ഒക്കെ. ലിഥിയം ഇൻസൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ആവും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പൊ സിസ്റ്റം നമുക്ക് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാം, ഓൺ വേണമെങ്കിൽ ഓൺ ആക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് KSEB ലൈൻ ഓഫ് ചെയ്തപ്പോൾ നമുക്ക് ആ മെയിൻസ് ഒക്കെ പോയി കണ്ടില്ലേ, അത് കണക്ക് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് അങ്ങനെയായിരിക്കും, ബാക്കപ്പ് മാത്രമായിരിക്കും കത്തി നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വാരിയറിന്റെ ആ ഒരു ഇൻവെർട്ടറിന്റെ പ്രത്യേകതകൾ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ ഉണ്ട്, വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും. 1 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയുള്ള വാരിയറിന്റെ ഇതുപോലെ പോർട്ടബിൾ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.